നമസ്കാരം, സെക്യൂർ ഫസ്റ്റിലേക്ക് സ്വാഗതം. ഞാൻ ടോണിയാണ്. ഇന്ത്യൻ സ്റ്റോക്ക് മാർക്കറ്റ് ഇന്ന് വലിയൊരു തിരുത്തലിന് സാക്ഷ്യം വഹിച്ചിരിക്കുകയാണ്. അറൗണ്ട് 700 പോയിൻ്റാണ് മാർക്കറ്റ് ഇന്ന് കറക്റ്റ് ചെയ്തിരിക്കുന്നത്. കഴിഞ്ഞ വെള്ളിയാഴ്ച ഇന്ത്യൻ മാർക്കറ്റ് നിഫ്റ്റി അറൗണ്ട് 300 പോയിൻറ്റ്സ് കറക്റ്റ് ചെയ്തതിൻ്റെ തുടർച്ചയായിട്ട് ഇന്ന് അറൗണ്ട് 660 പോയിൻറ്റ്സ് കറക്റ്റ് ചെയ്തിരിക്കുകയാണ്. മാർക്കറ്റ് ഓപ്പൺ ചെയ്ത് വലിയൊരു ഗ്യാപ് ഡൗണോടുകൂടിയാണ് മാർക്കറ്റ് ഒരു തിരിച്ചുവരവിന് വേണ്ടി ശ്രമിച്ചെങ്കിലും ഒരു ശരിയായൊരു സപ്പോർട്ട് ലഭിക്കാത്തതുകൊണ്ട് താഴോട്ട് പോവുകയുണ്ടായത്. ക്ലോസിംഗ് ടൈമിൽ അറൗണ്ട് 24,055 മാർക്കറ്റ് അല്പം റിക്കവർ ചെയ്ത് അറൗണ്ട് 150 പോയിന്റ് റിക്കവർ ചെയ്ത് ഇന്നത്തെ ലോയിൽ ക്ലോസ് ചെയ്തിരിക്കുകയാണ്. ബാങ്ക് നിഫ്റ്റി ആണെങ്കിലും അറൗണ്ട് 1250 പോയിന്റാണ് കറക്റ്റ് ചെയ്തിരിക്കുന്നത്. സോ വാട്ട്സ് നെക്സ്റ്റ്? നമ്മൾ കഴിഞ്ഞ ആഴ്ച സംസാരിച്ചിരുന്നു മാർക്കറ്റ് ഒരു കറക്ഷനിലേക്ക് പോകാനുള്ള ചാൻസ് ഉണ്ടെന്ന്. കാരണം മാർക്കറ്റ് ഒരു ഓൾ ടൈം ഹൈ കട്ട് ചെയ്ത് നിൽക്കുകയാണ്. 25,000 എന്ന് പറയുന്ന ഒരു മാർക്കറ്റ് 25,000 കട്ട് ചെയ്തെങ്കിലും കഴിഞ്ഞ വെള്ളിയാഴ്ച അമേരിക്കൻ വിപണികളിലെ ഒരു നെഗറ്റീവ് ന്യൂസ് വന്നതിന് ശേഷം, അതായത് അവിടെ ജോബ് എംപ്ലോയ്മെൻറ്റ് ഡാറ്റ പുറത്തു വന്നിരുന്നു. അൺഎംപ്ലോയ്മെൻറ്റ് റേറ്റ് വളരെയധികം എക്സ്പെക്റ്റ് ചെയ്തതിനേക്കാളും വളരെ ആയിട്ടുള്ള റിപ്പോർട്ട് വന്നതിനെ തുടർന്ന് അവിടെ വിപണികളിൽ വലിയൊരു സെല്ലിംഗ് പ്രകടമായി. അതുപോലെ തന്നെ ജപ്പാനിൽ അവിടെ ഇൻട്രസ്റ്റ് റേറ്റ് ഹൈക്ക് ചെയ്തതിൻ്റെ ഫലമായിട്ട് അവിടെ വലിയൊരു സെല്ലിംഗ് ആണ് മാർക്കറ്റിൽ ഉണ്ടായത്. ഇതിൻ്റെ എല്ലാം ചുവട് പിടിച്ചുകൊണ്ടാണ് ഇന്ന് ഇന്ത്യൻ മാർക്കറ്റ് ഏഷ്യൻ വിപണികളിലും അതുപോലെ തന്നെ യൂറോപ്യൻ മാർക്കറ്റിലൊക്കെ വലിയൊരു സെല്ലിംഗ് പ്രകടമായി. എക്സ്പെർട്സിൻ്റെ അഭിപ്രായത്തിൽ ഇന്ത്യൻ വിപണിയിൽ ഇനിയും ഒരു കൂടുതൽ കറക്ഷൻ വന്നേക്കാം. അറൗണ്ട് 7 to 10% കറക്ഷൻ വന്നേക്കാമെന്നുള്ള ചില റിപ്പോർട്ടുകളൊക്കെ ഉണ്ട്. അപ്പോൾ ഇങ്ങനെയുള്ള മാർക്കറ്റിൽ നമ്മൾ എന്താണ് ചെയ്യേണ്ടത്? ഫണ്ടമെന്റലി സ്ട്രോങ് ആയിട്ടുള്ള സ്റ്റോക്കുകളിൽ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുക എന്നുള്ളതാണ്. നല്ല സ്റ്റോക്കുകൾ തിരഞ്ഞെടുത്ത് ഓരോ മാർക്കറ്റിൽ ഓരോ ഡിപ്പ് വരുമ്പോഴും നമ്മൾ ആയിട്ട് എമൗണ്ട് ഇൻവെസ്റ്റ് ചെയ്യുക. അങ്ങനെ വരുമ്പോൾ നമുക്ക് ഒരു നഷ്ടം ഒഴിവാക്കാൻ സാധിക്കും. അതുപോലെ തന്നെ ഒരു ആവറേജ് റേറ്റിൽ നല്ല സ്റ്റോക്കുകൾ നമുക്ക് ഇൻവെസ്റ്റ് ചെയ്യാൻ സാധിക്കും. നമ്മൾ മ്യൂച്വൽ ഫണ്ട് SIP ചെയ്യുന്നത് പോലെ തന്നെ നമുക്ക് സ്റ്റോക്കുകളിലും നമുക്ക് SIP ചെയ്യാൻ സാധിക്കും.